മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാൽ 2 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു വാർത്തയാണോ വരാൻ പോകുന്നത്? കോൺഗ്രസ് മുഖ്യമന്ത്രി വടംവലിയിൽ അവസാന ലാപ്പിൽ സംഭവിക്കുന്നത് എന്താണ്? പലപ്പോഴും കോൺഗ്രസിലെ വടംവലിയിൽ ആൾക്കാർക്ക് മനമെടുത്തു എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ പാടില്ല. ഈ വടംവലിയുടെ പേരാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് ഈ വടംവലിയാണ്, അല്ലെങ്കിൽ ടഗ് ഓഫ് വാർ ആണ്. 3 ഗംഭീര നേതാക്കൾ, സീനിയോറിറ്റിയിലും ഭരണപരിചയത്തിലും ഏറ്റവും മുൻപന്തിയിലുള്ള രമേശ് ചെന്നിത്തലാജി, പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത പടനായകനായ ശ്രീ വി.ഡി. സതീശൻ, എല്ലാത്തിനും അടിസ്ഥാനപരമായി സംഘടനയെ ഒരുമിച്ച് നിർത്തുകയും ദേശീയ തലത്തിൽ അതിശക്തനുമായ ശ്രീ കെ.സി. വേണുഗോപാൽ, ഇവർ 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇവർ തമ്മിലുള്ള ഈ വടംവലി, ടഗ് ഓഫ് വാർ, അതൊരിക്കലും നെഗറ്റീവ് അല്ല. പല ആൾക്കാർക്കും ഇത് കേൾക്കുമ്പോൾ മോശമാണെന്ന് തോന്നും. അങ്ങനെയല്ല, തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. CPM പിണറായി വിജയൻ അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടോ? BJP RSലേക്ക് വരുമ്പോൾ RSSോ മോദിജിയോ തീരുമാനിക്കുന്ന നല്ല ഓപ്ഷൻ ഉണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ സൗണ്ട്, നിങ്ങളുടെയും എൻ്റെയും അടക്കം സാധാരണക്കാരുടെ വോയിസിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ മഹത്വം. എല്ലാ പാർട്ടിയിലും അങ്ങനെ വേണം. മുമ്പ് ഒരിക്കൽ CPM സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇറങ്ങി VS വേണ്ടി പോരാടി VS മുഖ്യമന്ത്രിയാക്കിയത്, അല്ലെങ്കിൽ VS സീറ്റ് കൊടുത്ത് മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ ജനങ്ങളുടെ ഈ ടഗ് ഓഫ് വാർ, ഈ വടംവലിയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. എനിക്കേറെ ഇഷ്ടമുള്ള, നിങ്ങൾക്കേറെ ഇഷ്ടമുള്ള നമ്മുടെ ഉണ്ണിസാറിൻ്റെ സർജിക്കൽ സ്ട്രൈക്കാണ് ഇതിൻ്റെ ബേസായി ഞാൻ എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും മറ്റും പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. കോൺഗ്രസിന് വലിയ വിജയമുണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സമയമായി. ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? ഇതാണ് ചോദ്യം. സർജിക്കൽ സ്ട്രൈക്ക് ഇതാണ് CPMന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മനസ്സിലുള്ള ചോദ്യം. കെ.സി. വേണുഗോപാലാണോ, വി.ഡി. സതീശൻജിയാണോ, രമേശ് ചെന്നിത്തലാജിയാണോ? എന്നോട് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയുന്നത് പോലെ 3 പേരുകളാണല്ലോ ഇപ്പോഴും ഉള്ളത്. ഫൈനൽ റൗണ്ടിലും വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരുകൾ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ 2 ഗ്രൂപ്പുകൾ തമ്മിലാണ് എപ്പോഴും അധികാരത്തിനായിട്ടുള്ളത്. അത് I ഗ്രൂപ്പാണ്, A ഗ്രൂപ്പാണ്. നമുക്കറിയാം കോൺഗ്രസ് ആണ് വിജയിച്ചു വരുന്നതെങ്കിൽ, UDF ആണ് വിജയിച്ചു വരുന്നതെങ്കിൽ ഒന്നുകിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ AK ആന്റണി മുഖ്യമന്ത്രിയാകും. കാലം കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ നിന്ന് കരുണാകരനും പോയി, ആന്റണിയും പോയി. പകരം ഉമ്മൻചാണ്ടി വന്നു, രമേശ് ചെന്നിത്തല വന്നു. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് 2 തവണയാണ്, 2004ലും 2011ലും. എന്നാൽ 2016ൽ ഉമ്മൻചാണ്ടി ഏതാണ്ട് പിന്മാറി നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കുന്നതാണ് നമ്മൾ കണ്ടത്. രമേശിന് പ്രതിപക്ഷ നേതാവാകാനുള്ള അർഹതയുണ്ട് എന്നാണ് ഉമ്മൻചാണ്ടി തീരുമാനിച്ചത്. അതൊരർത്ഥത്തിൽ A ഗ്രൂപ്പിൽ വലിയ വിള്ളലുകളാണ് ഉണ്ടാക്കിയത്. PT തോമസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരായി സംസാരിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് ഉമ്മൻചാണ്ടിക്ക് അനാരോഗ്യം ഉണ്ടാകുന്നു. കോൺഗ്രസിലെ രസകരമായ നമ്മൾ കണ്ടത് MM വാസനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ബെന്നി ബെഹനാനും KC ജോസഫും ഒക്കെ ഒറ്റപ്പെട്ട ദ്വീപുകളായി മാറുന്നതാണ് കണ്ടത്. പിന്നീട് ഇപ്പോൾ നോക്കൂ എന്താണ് മത്സരത്തിന്റെ പ്രത്യേകത. പഴയ I ഗ്രൂപ്പുകാർ തമ്മിലാണ് കേട്ടു ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത്. വി.ഡി. സതീശനും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ 3ാം ഗ്രൂപ്പായിരുന്നു. പഴയ I ഗ്രൂപ്പ് മാത്രവുമല്ല, വി.ഡി. സതീശൻ ഒരു കാലത്ത്, കെ.സി. വേണുഗോപാൽ ഒരു കാലത്ത് രമേശ് ചെന്നിത്തലയുടെ ഉറ്റ അനുയായികളും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ഇനിയിപ്പോൾ നാളെ പാർലമെന്ററി പാർട്ടി യോഗം നടക്കാൻ പോവുകയാണ്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ പറയുന്ന മുഖ്യമന്ത്രി ചർച്ച കടക്കാൻ പോവുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകം. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടുന്നു എന്ന് പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. കർണാടകത്തിൽ എന്താണ് സംഭവിച്ചത്? DK ശിവകുമാർ ആയിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ മുഖമായി നിന്ന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തെ നയിച്ചത്. നമ്മുടെ ശ്രീ വി.ഡി. സതീശന് കിട്ടുന്ന ഒരു പോരാട്ട വീര്യം പോലെ കർണാടകയിലെ DK ശിവകുമാർ ആയിരുന്നു നയിച്ചത്. അവിടുത്തെ അദ്ദേഹമായിരുന്നു മാസ് മാൻ. പക്ഷേ അധികാരത്തിൽ വന്നതാരാണ്? സിദ്ധരാമയ്യയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പാർലമെന്ററി പാർട്ടിയിൽ 135 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 135 MLA-മാരുമായിട്ടാണ് കേട്ടോ കർണാടകത്തിൽ കോൺഗ്രസ് ഒരു കൊടുങ്കാറ്റ് പോലെ വിജയിച്ചു വന്നത്. അതിൽ 100 പേരും പിന്തുണച്ചത് സിദ്ധരാമയ്യയായിരുന്നു. അതുകൊണ്ട് ഹൈക്കമാൻഡിന് മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയാവുകയാണ് ചെയ്തത്. എന്താണ് രാജസ്ഥാനിൽ സംഭവിച്ചത്? ഈ പ്രചാരണം മുഴുവൻ നയിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നു. പക്ഷേ ആരാണ് മുഖ്യമന്ത്രിയായത്? അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രിയായത്. കാരണം എന്താ? CLP-യിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, ഏറ്റവും കൂടുതൽ MLA-മാർ പിന്തുണച്ചത് അശോക് ഗെഹ്ലോട്ടിനെയാണ്. അതുപോലെ തന്നെയാണ് രേവന്ത് റെഡ്ഡിയും തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായത്. അപ്പോൾ CLP യോഗം എന്ന് പറയുന്നത് അതിലെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആര് മുഖ്യമന്ത്രിയാകും എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ വളരെ നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ നാളത്തെ യോഗത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്രേക്ഷകരെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. 3 പേരാണല്ലോ ഫൈനൽ റൗണ്ടിൽ മത്സര രംഗത്തുള്ളത്.
ഒരു സമയത്ത് കെ കരുണാകരനോടൊപ്പം AK ആന്റണിയോടൊപ്പം തലയെടുപ്പുള്ള നേതാവായിരുന്നു കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ആ ക്ലൗട്ട് ഉണ്ടോ? അക്കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് സംശയമുണ്ട്. നോക്കൂ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. ആ സമയത്ത് അദ്ദേഹം വളരെ പവർഫുൾ ആയിരുന്നു. കേട്ടോ, ഈ കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത ഉള്ളിടത്താണ് ആൾക്കൂട്ടം എപ്പോഴും ഉണ്ടാവുക. ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയോടൊപ്പം സതീശൻ തോളോട് തോൾ ചേർന്ന് നിന്നയാളാണ് VD സതീശൻ. നോക്കൂ, രമേശ് ചെന്നിത്തല പല അഴിമതി ആരോപണങ്ങളും ഒന്നാം പിണറായി സർക്കാരിനെതിരെ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ആ സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് VD സതീശനാണ്. എന്നാൽ 2021 രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അല്ലാതായി. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി ശ്രമിക്കുകയും ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ തോറ്റപ്പോൾ സ്വാഭാവികമായി ശ്രീ VD സതീശൻ അപ്പർ ഹാൻഡ് വന്നത് VD സതീശനാണ്. അതോടുകൂടി ഇക്വേഷൻ മാറി. രമേശ് ചെന്നിത്തല ഏറെക്കുറെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. ഇക്വേഷൻസിന്റെ പേരാണ് രാഷ്ട്രീയം, റിയൽ പൊളിറ്റിക്സ്. ദേശീയ രംഗത്ത് മറ്റൊരാൾ അതിശക്തനായി അത് KC ആണ്. അത് KC വേണുഗോപാലായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട്, കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖ നേതാവായിട്ട് KC വേണുഗോപാൽ മാറി തീർന്നിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ പോയി അറിയാം, KC വെരി വെൽ റെസ്പെക്റ്റഡ് ആണ്. ഞാനിപ്പം ഡൽഹിയിൽ റിപ്പബ്ലിക്കിന്റെ ചർച്ചയ്ക്ക് പോയിരുന്നു. KC വേണുഗോപാൽ വെരി വെൽ റെസ്പെക്റ്റഡ് ആണ്, അക്സെപ്റ്റഡ് ആണ്. KCയുടെ സ്റ്റേച്ചറും പവറും സീനിയോറിറ്റിയും അല്ലെങ്കിൽ എബിലിറ്റിയും, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിലുള്ള എബിലിറ്റി എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പോലും KC വേണുഗോപാലാണ്. കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. രാഹുൽ ഗാന്ധി ഏറ്റവും വിശ്വസിക്കുന്ന വ്യക്തിയുള്ള ഒരാളാണ് എന്നൊരടക്കം പറച്ചില കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. കോൺഗ്രസിൽ ഈ പറയുന്ന ഓർഗനൈസേഷണൽ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റാണ്. ജനറൽ സെക്രട്ടറി യാതൊരു തീരുമാനവും പാർട്ടിക്ക് എടുക്കാൻ കഴിയില്ല. ഏത് തീരുമാനവും ജനറൽ സെക്രട്ടറിയുടെ കയ്യൊപ്പോടുകൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ആ രീതിയിൽ വളരെ പവർഫുൾ ആയ നേതാവായിട്ട് KC വേണുഗോപാൽ മാറി. സംസ്ഥാനത്ത് VD സതീശൻ പവർഫുൾ ആയി. ആ അർത്ഥത്തിൽ രമേശിന്റെ 2 പ്രധാനപ്പെട്ട അനുയായികൾ മുന്നിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. നോക്കൂ, ഈ മത്സരമുണ്ടല്ലോ, ഈ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള മത്സരം, അത് യഥാർത്ഥത്തിൽ നടക്കുന്നത് 2 പേർക്കിടയിലാണെന്നേ. അതും കറക്റ്റാണ്. അതായത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലാജി ഭയങ്കര നമുക്കെല്ലാം ആദരവുള്ള ഇഷ്ടമുള്ള നേതാവാണ്. പക്ഷേ ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കോൺഗ്രസിൻ്റെ MLA മാർ സപ്പോർട്ട് ചെയ്യുന്ന ശ്രീ KC വേണുഗോപാലും കൂടുതൽ മാധ്യമങ്ങൾ, സാമൂഹിക മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ശ്രീ VD സതീശനും അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് മാറി. ലീഗും മുസ്ലിം ലീഗും കൂടുതൽ ശ്രീ VD സതീശനിലേക്കാണ് ലീൻ ചെയ്യുന്നത്. VD സതീശനും തമ്മിലാണ് മത്സരം. തങ്ങളിൽ ഒരാൾക്ക് കിട്ടിയില്ല എങ്കിൽ മറ്റേയാൾക്കും വേണ്ട എന്നവർ തീരുമാനിക്കുന്ന പക്ഷം മാത്രമാണ് ഒരു സാധ്യത ഉണ്ടാകുന്നത്. ആ അർത്ഥത്തിൽ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വരാമെന്നും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മത്സരത്തിൽ ഏറ്റവും ദുർബലൻ രമേശ് ചെന്നിത്തലയാണ് എന്ന കാര്യത്തിൽ ദുർബലൻ എന്ന വാക്കല്ല, സർജിക്കൽ സ്ട്രൈക്കിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് 2 പ്രസ്താവനകൾ രമേശ് ചെന്നിത്തല നടത്തിയിട്ടുണ്ട്. ഒന്ന്, പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം മാത്രമാകരുത് ഏക മാനദണ്ഡം എന്ന് ആദ്യം തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിട്ടുണ്ട്. സീനിയറായ നേതാവാണ്, മാത്രവുമല്ല പ്രതിപക്ഷ ആ സീനിയോറിറ്റി വളരെയധികം ബഹുമാനിക്കുകയും വേണം. ആഭ്യന്തരമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്ന വ്യക്തിയാണ്, വളരെ സ്ട്രോങ് ആയ കാര്യങ്ങൾ പറയുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തന്നെ പല കാര്യങ്ങളും ശക്തമായി ഇടപെട്ട് മുമ്പോട്ട് കൊണ്ടുവരുന്ന വ്യക്തിയാണ്. തനിക്ക് യഥാർത്ഥത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയല്ല, പൊതുവികാരം ശ്രീ VD സതീശനെ ഉദ്ദേശിച്ചാണ് എന്നുകൂടി രമേശ് പറഞ്ഞു. കാര്യം ആ പൊതുവികാരം എന്നിപ്പം പറയുന്നത് ശ്രീ VD സതീശന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും അദ്ദേഹത്തിന് അനുകൂലമാണ്. പക്ഷേ അത് ഫെമിലിയാരിറ്റിയുടെ ഒരു വിഷയം കൂടിയാണ്. ശ്രീ KC ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ KC പോരാട്ടത്തിൻ്റെ മുൻനിരയിലല്ല, KC അതിൻ്റെ ബാക്ക് റൂമിലെ ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ബാക്ക് റൂമിലിരുന്ന് ഇതെല്ലാം നിയന്ത്രിച്ച ആളാണ്, ഓർഗനൈസറാണ്. അപ്പോൾ ഓർഗനൈസറും ഒറേറ്ററും തമ്മിലുള്ള വ്യത്യാസം അതിനകത്ത്. ആ അർത്ഥത്തിൽ VD സതീശനെതിരായിട്ട് KC വേണുഗോപാലിനെതിരായിട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണ് ഇത് രണ്ടും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എതിരായിട്ടെന്നുള്ളതല്ല, ഇവർ 3 പേരുമേ വ്യക്തിപരമായി ഇവർക്കെല്ലാം നല്ല ബന്ധവും കാര്യങ്ങളുമാണ്. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ഒരു വാദമാണ്, അതായത് തങ്ങളെ മുഖ്യമന്ത്രിയാക്കുന്നത് കൊണ്ട് ഇന്ന ബെനിഫിറ്റ്സ് ആണ്. ഇതൊരു വാദമാണ്. ആ വാദമാണ് ഞാൻ ആവർത്തിക്കട്ടെ, ഈ 3 പേരുടെ മത്സരത്തിൽ ഏറ്റവും ദുർബലമായി നിൽക്കുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. അങ്ങനെ ഈ മത്സരത്തിൽ കൂടുതൽ ശക്തമായി നിൽക്കുന്നത് ശ്രീ KC വേണുഗോപാലും ശ്രീ VD സതീശനുമാണ്. ആണെങ്കിൽ മത്സരം നടക്കുന്നത് KC വേണുഗോപാലിനും VD സതീശനും ഇടയിലാണല്ലോ. അതിൽ ആരാണ് മുന്നിൽ വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് CLP-യിൽ, അതായത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്നുള്ളതാണ് ഒന്നാമത്തെ KC വേണുഗോപാൽ സാറിനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷം പരിഗണിക്കണോ അതോ പൊതുവികാരം പരിഗണിക്കണോ എന്നുള്ള ചോദ്യമാണ്. അത് വരുന്നത് ഹൈക്കമാൻഡിന് മുമ്പിലാണ്. ആ അർത്ഥത്തിൽ വീണ്ടും നാളെ നടക്കാനിരിക്കുന്ന
നടക്കുന്ന നിയമസഭാ കക്ഷി യോഗം നിർണായകമാകാൻ പോവുകയാണ്. നാളെ രാവിലെയാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം നടക്കുക. സംസ്ഥാനത്തെ 63 MLA-മാരും തലസ്ഥാനത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനത്തിരുന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ സംസ്ഥാന ഘടകത്തിൽ പിടിമുറുക്കിയ നേതാവാണ് KC വേണുഗോപാൽ. KSUവിന്റെ അധ്യക്ഷൻ മുതൽ KPCC അധ്യക്ഷനെ വരെ തീരുമാനിക്കുന്നതിൽ KC വേണുഗോപാൽ നിർവഹിച്ചിട്ടുള്ള പങ്ക് നിർണായകമായിരുന്നു. ആ അർത്ഥത്തിൽ സംഘടനാ തലത്തിൽ KC വേണുഗോപാൽ അജയനായി മാറിയിരിക്കുന്നു എന്ന നിരീക്ഷണം വളരെ മുമ്പ് തന്നെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. 63 MLA-മാരുടെ കാര്യമെടുക്കാം, അതിലേതാണ്ട് പകുതിയിലേറെ പേർ ഇപ്പോൾ തന്നെ KC വേണുഗോപാൽ, ചിലർ പറയുന്നത് 40ഓളം പേർ ശ്രീ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ചിലർ 45 എന്ന് പറയുന്നു. എന്തായാലും ഈ 63-ൽ 35 മുതൽ 40 വരെ, അല്ലെങ്കിൽ 30 മുതൽ 40 വരെ ആൾക്കാർ, പകുതിയിലധികം ആൾക്കാർ ശ്രീ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഈ നിയമസഭാ കക്ഷിയിൽ. അത് A ഗ്രൂപ്പാണ്. അവർ ഡിസിന്റഗ്രേറ്റഡ് ആണെങ്കിൽ പോലും അവർക്കിടയിൽ ഒരു കോർഡിനേഷൻ നിലനിൽക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ അടക്കം 18 MLA-മാരുണ്ട് കേട്ടോ ആ പക്ഷത്ത്. അവരും ഒരു പക്ഷേ KC വേണുഗോപാലിനൊപ്പം തന്നെ നിൽക്കാനാണ് സാധ്യത. നോക്കൂ, പഴയ A ഗ്രൂപ്പും ശ്രീ KC വേണുഗോപാലിന് ലീനിങ് ആണ്. മുഖ്യമന്ത്രി ആസ്പിരൻസ് ആയിട്ടുള്ള VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമുള്ള പിന്തുണയേക്കാൾ കൂടുതലാണ് A ഗ്രൂപ്പിന്റെ MLA-മാർ. ആ അർത്ഥത്തിലൊക്കെ നാളെ നടക്കാനിരിക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അജയനായി തന്നെ, ഒന്നാമനായി തന്നെ KC വേണുഗോപാൽ വരുമെന്ന കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് പൊതുവികാരമാണല്ലോ. അതൊന്നും ഒരിക്കലും കോൺക്രീറ്റൈസ് ചെയ്യപ്പെടുന്ന വാദമുഖങ്ങളല്ല. ഞാനൊരു ഉദാഹരണം പറയാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ മത്സരിച്ചു, പിണറായി വിജയനും മത്സരിച്ചു. ഒരർത്ഥത്തിൽ അന്നത്തെ LDF പ്രചരണത്തിന്റെ നായകൻ എന്ന് പറയുന്നത് VS അച്യുതാനന്ദനായിരുന്നു. LDF വിജയിച്ചു വന്നാൽ VS മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി വോട്ട് ചെയ്ത ആളുകൾ പോലുമുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? 2016-ൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അന്നൊരു വാർത്താ സമ്മേളനം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു. വലതുവശത്ത് VS അച്യുതാനന്ദൻ ഇരുന്നു, ഇടതുവശത്ത് അന്ന് സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്നു. എന്നിട്ടാണ് യെച്ചൂരി പ്രഖ്യാപിച്ചത് CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് പിണറായി വിജയനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അന്നൊരു പട്ടം ചാർത്തി കൊടുത്തു കേട്ടോ VS അച്യുതാനന്ദന് സീതാറാം യെച്ചൂരി. എന്തായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്? കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ എന്നാണ്. VS മുഖ്യമന്ത്രി ആയില്ല, പക്ഷെ ഒരു പൊട്ടിത്തെറിയും സംസ്ഥാനത്തുണ്ടായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പൊതുവികാരം. യഥാർത്ഥത്തിൽ VS-ന് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ VS-ന് സീറ്റ് നിഷേധിച്ചപ്പം വലിയൊരു വികാരം ഉണ്ടായി. കാര്യം അത് കടുത്ത അനീതിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇതാണ് അതിലെ പിന്നിലുള്ള പ്രമേസ്. അത് വലിയൊരു സത്യമാണ്. VS-ന് സീറ്റ് നിഷേധിച്ചത് വലിയ അന്യായവും അനീതിയാണ്. അങ്ങനെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP ഭേദമന്യുള്ള സാധാരണ ജനങ്ങൾ VS-ന് വേണ്ടി തെരുവിലിറങ്ങിയത്. എന്നാൽ VS മുഖ്യമന്ത്രി ആകുമെന്ന് കരുതിയിട്ട് VS-നെ മാറ്റി ശ്രീ പിണറായി വിജയൻ വന്നപ്പോൾ അതിനെതിരെ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായില്ല. എവിഡൻസ് നിരത്തി തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. 16-ൽ മുഖ്യമന്ത്രിയായ പിണറായി 21-ൽ വീണ്ടും വിജയിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ജനവികാരം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ജനവികാരത്തെ നമ്മൾ എന്നും ബഹുമാനിക്കണം. ജനവികാരത്തിന് വലിയൊരു ഇതുണ്ട്. അവിടെയാണ് ഇതൊരു കൺസെൻസസിന്റെ ഫോമിലേക്ക് എത്താൻ കഴിയണം. ശ്രീ VD സതീശനും ശ്രീ KC വേണുഗോപാലും തമ്മിൽ ഇവരെ 3 പേരെ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ സാമുദായികമായ ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. അതായത് ശ്രീ KC വേണുഗോപാൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് മാത്രമേ വരുള്ളൂ. വേറൊരു പോസ്റ്റിലേക്ക് വരാൻ സാധ്യത അദ്ദേഹമില്ല. അദ്ദേഹം MP ആണ്, ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ശ്രീ VD സതീശൻ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രണ്ടിനും ഈക്വൽ പ്രാധാന്യമുള്ള സ്ഥാനങ്ങളാണ്. ആഭ്യന്തരമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. ചില ആൾക്കാർ പറയുന്നത് പോലെ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും അല്ലെങ്കിൽ സ്പീക്കർ തുടങ്ങിയ വ്യത്യസ്ത സ്ഥാനങ്ങൾ. അപ്പം അങ്ങനെ ഒരു കൺസെൻസസ് കണ്ടുപിടിക്കാൻ കഴിയണം. ഈ 3 പേരിൽ എന്തായാലും 2 പേരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇപ്പം വരുന്ന വാർത്തകൾ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണല്ലോ MP-മാർ മത്സരിക്കരുത് എന്നുള്ളത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ഹൈക്കമാൻഡ് ആ തീരുമാനം തിരുത്തേണ്ടി വരും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും, അതുപോലെ തന്നെ നിയമസഭയിലേക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അത് ഈ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു വാക്കുണ്ട് കേട്ടോ. എപ്പോഴും ഏത് രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ചാലും അവർ പറയുന്ന ഒരു വാക്കുണ്ട്, അത് അപ്പോൾ എന്നതാണ് ആ വാക്ക്. അതപ്പം കാണാം. ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കും, മറ്റൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിനെ അഭിസംബോധന ചെയ്യും, അപ്പോൾ അത് പരിഹരിക്കും. അത് രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒരു കീഴ്വഴക്കമാണ്, നടപ്പ് രീതിയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന CLP യോഗം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഒരു സംശയവും KC വേണുഗോപാൽ ഒന്നാമനായി വരും എന്ന കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് സംശയമില്ല. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് MLA-മാർ സംസാരിക്കുമ്പോൾ അതേ നിലപാട് തന്നെ അവർ ആവർത്തിക്കുമോ എന്നുള്ളതാണ് 2ാം ഘട്ടം. പക്ഷേ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അപ്പോൾ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ആ അർത്ഥത്തിൽ നാളെ നടക്കാൻ പോകുന്ന CLP യോഗത്തിൽ KC വേണുഗോപാൽ ഒന്നാമനായി തന്നെ വരുമെന്ന നിരീക്ഷണം പറഞ്ഞുകൊണ്ട് അത് തന്നെയാണ് സത്യം. അതായത് ശ്രീ KC വേണുഗോപാൽ കോൺഗ്രസ് MLA-മാരിൽ ഭൂരിപക്ഷവും അനുകൂലിച്ചുകൊണ്ട് വരും. അപ്പോൾ അവിടെ 2 ചലഞ്ച് വരാൻ പോകുന്നത് MP സ്ഥാനം എന്ത് ചെയ്യും, അദ്ദേഹം രാജിവെച്ചാൽ അദ്ദേഹം വേറൊരു സ്ഥലത്ത് വീണ്ടും നിന്ന് മത്സരിക്കണം,
MP സ്ഥാനത്തേക്ക് വേറൊരാളെ കൊണ്ടുവരണം, ബുദ്ധിമുട്ടുണ്ട്. അപ്പം ബുദ്ധിമുട്ടല്ല, അതിന് കടമ്പകളുണ്ട്. അപ്പോൾ ആ കടമ്പകൾ അതിജീവിച്ച് ശ്രീ KC വേണുഗോപാൽ വരുമോ? ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുന്നത്. കടുപ്പിച്ചുകൊണ്ട് ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാടും പറയുന്നുണ്ട്. അവസാന റൗണ്ട് നെഗോസിയേഷൻ. ഇത് കാണുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് എന്തറിയാമോ? ഇത് യഥാർത്ഥത്തിൽ മോശമല്ല, ഇതാണ് നല്ലത്, ഇതാണ് ജനാധിപത്യം, ഇതാണ് ജനാധിപത്യ സംസ്കാരം. നമ്മൾ കിം ജോങ് യുങ്ങിൻ്റെ നാടായ നോർത്ത് കൊറിയയിലല്ല. എല്ലാവർക്കും പറയണം, എല്ലാവരും വാദിക്കണം. ആ വാദത്തിനൊടുവിൽ നമ്മൾ സമവായത്തിലെത്തണം. ആ മഹത്തരമായ ജനാധിപത്യ കൺസെൻസസ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കാൻ കഴിയട്ടെ. ജയ് ഹിന്ദ്.